CPM മുതിർന്ന നേതാവായിട്ടുള്ള PK ശശിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിക്ക് ഏറെ വോട്ട് കുറഞ്ഞൊരു മേഖലയായിരുന്നു മണ്ണാർക്കാട്. ഇത്തവണ ഏതൊക്കെ രീതിയിലാണ് ആ വോട്ട് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ പശ്ചാത്തലം, രാഷ്ട്രീയ സാഹചര്യമല്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ നാട്ടിൽ ഇങ്ങനെ നിൽക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ടായി. ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്താതിരിക്കാൻ വേണ്ടി അത് UDFന് വോട്ട് നൽകുന്നതാണ്, കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകുന്നതാണ് ഏറ്റവും നല്ലത് എന്നൊരു തോന്നൽ മതന്യൂനപക്ഷങ്ങൾക്കുണ്ടായി. അത് ഇടതുപക്ഷത്തിന് അനുകൂലമായി ചിന്തിച്ചിരുന്ന ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പോലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു കാര്യം അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്: കോൺഗ്രസും BJPയും രണ്ടല്ല ഒന്നാണ് എന്നുള്ളത്. ഉദാഹരണത്തിന് സാധാരണഗതിയിൽ പറയുക എന്താ വെച്ചാൽ, ഇന്നത്തെ കോൺഗ്രസ് നാളെ BJP എന്നാണ് പറയുക, ഇന്നത്തെ കോൺഗ്രസ് ഇന്ന് തന്നെ BJP ആണ്. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. പ്രതാപനെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞ പത്മജ പറഞ്ഞിട്ട് ആ ദിവസം മണിക്കൂറുകൾ കഴിഞ്ഞ ഉടനെയാണ് ഇവർ BJPയിലേക്ക് പോകുന്നത്. മണിക്കൂറുകളെടുത്തു, മണിക്കൂറുകൾക്കുള്ളിലാണ് BJPയിലേക്ക് മാറുന്നത് എന്ന് പറഞ്ഞ അർത്ഥം എന്താ വെച്ചാൽ ആർക്കും മാറാൻ കോൺഗ്രസ്സിൽ. അപ്പോൾ ഇവിടെ മത്സരിക്കുന്ന UDFൻ്റെ സ്ഥാനാർത്ഥിക്ക് നാളെ BJP ജയിച്ച്, അഥവാ നാളെ BJP ആയിക്കഴിഞ്ഞാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവും രാജ്യത്തെ ഒരു കോൺഗ്രസ് നേതാവും BJP ആയി അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഇത് മതന്യൂനപക്ഷങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള നല്ല മാറ്റമുണ്ട്. പരമ്പരാഗതമായി ഞങ്ങളെ എതിർത്തിരുന്ന മുസ്ലിം വിഭാഗത്തിനിടയിൽ പോലും ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള, ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സമീപനം, ഒരു വേവ് രൂപപ്പെട്ടിട്ടുണ്ട്. അത് വളരെ മണ്ണാർക്കാട് മേഖലയിലൊക്കെ തന്നെ അത് വളരെ വളരെ പ്രകടമാണ്. BJP അവകാശപ്പെടുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഒറ്റപ്പാലം, ഷൊർണൂർ മേഖലയിലും അവർക്ക് വലിയൊരു സ്വാധീനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നൊരു കാര്യമാണ്. ഏത് ഷൊർണൂറും അതുപോലെ തന്നെ ഒറ്റപ്പാലത്തെല്ലാം അവർക്ക് ഷൊർണൂരിനെ പറ്റിയെല്ലാം അവർ വെറുതെ ദിവാസ്വപ്നം കാണുകയെന്ന്. ഷൊർണൂരിൻ്റെ ഒക്കെ ഒരു ട്രഡീഷണൽ ബേസ്, ഞങ്ങളുടെ ബേസിലൊന്നും ഒരു കാലത്ത് ഒരു ലീക്കേജ് വരാത്ത മേഖലയില്ലേ ഷൊർണൂർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള അതിൻ്റെ സ്വാധീനത്തിലൊന്നും ഒരു കാലത്തും വിള്ളൽ ഏൽപ്പിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ആരൊക്കെ ചോദിച്ചാലും കഴിയില്ല. പിന്നെ മത്സരിക്കണ സ്ഥാനാർത്ഥിയുടെ പാർട്ടിയും അവർ മത്സരിക്കണോ, അവർ തോൽക്കുന്ന ആരെങ്കിലും പറയുമോ? തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, ജയിക്കും എന്നെ എല്ലാവരും പറയുക, അത് അവരും പറയുന്നു, അത്രേ ഉള്ളൂ. LDFൻ്റെ സ്ഥാനാർത്ഥി ശക്തനാണ്, ജനകീയനാണ്, ഒരു സംശയവും വേണ്ട. ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തിനെ പറ്റി ഇപ്പോൾ നേരത്തെ ചോദിച്ചപ്പോൾ ചോദ്യം ഉണ്ടല്ലോ. ഇവിടെ 5 കൊല്ലം ഇവിടെ പാലക്കാടിനെ പ്രതിനിധീകരിച്ച് അദ്ദേഹം MP ആയപ്പോൾ അദ്ദേഹം പാലക്കാട് നിറഞ്ഞു വന്ന ആളാണ്. അദ്ദേഹം ഒരു സംഘടനയുടെ അഖിലേന്ത്യാ നേതാവാണ്. അദ്ദേഹം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വന്നയാളാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യൻ്റെ എല്ലാ വേദനയും വികാരവും മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി. അതുകൊണ്ട് ആരും അദ്ദേഹത്തെ പുസ്തകം വായിച്ച് പഠിപ്പിക്കേണ്ട കാര്യമില്ല. സ്വന്തം ജീവിതാനുഭവത്തിലൂടെ മനുഷ്യൻ എന്താണ്, മനുഷ്യൻ്റെ വേദന എന്താണ്, അവന് ലഭിക്കേണ്ട നീതി ലഭിക്കുന്നുണ്ടോ എന്നതിനെ പറ്റിയെല്ലാം വളരെ വ്യക്തമായിട്ടുള്ള ധാരണയുള്ള ആളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി. പിന്നെ നല്ല വിവരമുള്ളയാളാണ്, ഇന്ത്യൻ പാർലമെൻറ്റിൽ പോകേണ്ടയാളാണ്. അവിടെ പോയിട്ട് നിശബ്ദനായിട്ടിരിക്കാനല്ല വിജയരാഘവൻ പാർലമെൻറ്റിലേക്ക് പോയത്. അന്ന് പോയതും ഇപ്പോൾ പോകാൻ വേണ്ടി മത്സരിക്കുന്നതും അവിടെ പോയിട്ട് തലതാത്തിയിരിക്കാനല്ല, നന്നായി ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാൻ വേണ്ടി. അത് ആ മണ്ഡലങ്ങളിലും മികച്ച ഭൂരിപക്ഷം തന്നെയാണ് ഉറ്റുനോക്കുന്നത്. ഒരു സംശയവും വേണ്ട. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലീൻ, റിപ്പോർട്ടർ പാലക്കാട്.